അഖിലേട്ട എന്താണ് സംതൃപ്തനാണ്? ഇതിന്റെ തുടക്കകാലം മുതൽ കൂടെ നിന്ന ആളെന്ന ഞാൻ കൂടെ നിന്നതല്ല, തുടക്കകാലം മുതൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റുള്ള ചിലർ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ഏറെക്കുറെ കോടതി വിധി വന്നു. ഉച്ചകൂട്ട് ഞാൻ കോടതിയുടെ ഈ ജഡ്ജിമെൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ 2-3 ദിവസം കൊണ്ട് വായിച്ച് തീരാം. അതിൻ്റെ മലയാളം പരിഭാഷ ആരെങ്കിലത്തൊക്കെ പറഞ്ഞ് വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ സാധാരണക്കാർക്കും അത് കുറച്ചുകൂടെ മനസ്സിലാവും. അല്ല, അതിൻ്റെ ഫുള്ള് വായിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക്. അതായത് ഇതിങ്ങനെ ഓരോ ഘട്ടം ഫോണിലുണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ സ്റ്റാർട്ടിങ് മുതൽ ട്രയൽസ് മുതൽ പ്രതിഭാഗത്തെ ബാധിച്ച ഭാഗം ഞാൻ ഏതാണ്ട് 260 പേജൊക്കെയാണ്, 260 ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊക്കെയാണ്, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കാര്യങ്ങൾ, അവിടെ തെളിവായിട്ട് വന്ന കാര്യങ്ങൾ, തെളിവുകളുടെ അപര്യാപ്തത. ഇപ്പോൾ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് പറയുമ്പോൾ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ അല്ല, മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളൂ. അതിനുള്ളിലുള്ള ഫയൽസിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ഫയൽസിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ് കോടതി ഇത് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് ദൃശ്യങ്ങൾ ലീക്കായിട്ടില്ല.